ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അതിജീവിച്ചത് ജീസസ് ക്രൈസ്റ്റിനെ പ്രാർത്ഥിച്ചിട്ടാണ്. യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭയത്തിൻ്റെ ആവശ്യമില്ല എന്ന് അനുഭവിച്ച ആളാണ് ഞാൻ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ലോകത്തെ സൃഷ്ടിച്ച ഈ കാണുന്നതെല്ലാം നമുക്ക് നൽകിയ ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച തൻ്റെ രൂപം നൽകിയ ദൈവം, ആ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമില്ല. അല്ലാതെ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു വളഞ്ഞ വഴിയിൽ കൂടി ഇത് പരിഹരിക്കാൻ ഒരു മാർഗ്ഗമില്ല. പ്രാർത്ഥനയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. നമ്മളെ കരുതലോടെ ഒരു കുഞ്ഞിനെ കയ്യിൽ താങ്ങുന്നത് പോലെ യേശു താങ്ങി നിർത്തുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മളതിനെ അതിജീവിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അതിജീവിച്ചത് ജീസസ് ക്രൈസ്റ്റിനെ പ്രാർത്ഥിച്ചിട്ടാണ്. ഞാൻ എൻ്റെ ജീവിതം വഴിമുട്ടിപ്പോകുമെന്ന് എല്ലാവരും വിചാരിച്ചു. ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് കരുതിയ ഘട്ടങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയമായി എന്നെ നശിപ്പിച്ചു എന്ന് ചിന്തിച്ചവരുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് യേശു ക്രിസ്തുവാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിലെനിക്ക് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഞാനും യേശുവിൽ വിശ്വസിക്കുന്നു. ഞാനത് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. എനിക്ക് സമാധാനം തരണമെന്ന് യേശു തൻ്റെ ശിഷ്യർക്ക് വാഗ്ദാനം ചെയ്ത ആ സമാധാനം എനിക്ക് തരണം എന്ന് മാത്രമേ ദൈവത്തോട് അപേക്ഷിക്കാറുള്ളൂ. ആ അപേക്ഷ കേൾക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലുത് രോഗമില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, അനാവശ്യമായ ആഗ്രഹങ്ങളില്ലാത്ത, ആഗ്രഹങ്ങളുള്ളപ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത്. അത്തരം ആഗ്രഹങ്ങളില്ലാത്ത ഒരു നല്ല മാനസികാവസ്ഥ തരുന്ന ദൈവത്തിന് നന്ദിയാണ്. അദ്ദേഹം എന്നൊക്കെ ഒരു നല്ല 2 വാക്ക് പറഞ്ഞു. ഞാൻ KSRTC നല്ല നിലയിൽ മുന്നോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ ഐഡിയ ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നത്. സത്യം ഞാൻ നിങ്ങളത് പറയട്ടെ, എൻ്റെ ഉള്ളിലേക്ക് ജീസസ് ക്രൈസ്റ്റ് ഐഡിയാസ് പറഞ്ഞു തരും. ഞാൻ എൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരെന്നോട് ഞാൻ പറഞ്ഞു യേശു എന്നോട് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ ചിലപ്പം ആഹാരം കഴിക്കുമ്പോൾ, ചിലപ്പോൾ കിടക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ കുളിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ വണ്ടിയിലിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ഐഡിയ വരും. ആ ഐഡിയ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് നടപ്പിലാക്കും. ആ നടപ്പിലാക്കുമ്പോൾ അത് വിജയിക്കുന്ന എന്തെന്നുകൊണ്ട് വന്നാൽ ഈ ഐഡിയ ആരുടേതാണ്? ഗണേഷ് കുമാറിൻ്റെ അല്ല, ദൈവത്തിൻ്റെതാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഐഡിയ വിജയിച്ചത്? നമ്മുടെ പല ഐഡിയകളും പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോകും. പക്ഷേ ദൈവം നിർദ്ദേശിക്കുന്ന ആശയങ്ങൾ, ഐഡിയകൾ അത് വിജയിക്കും. ഇത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഇത് കേൾക്കുന്നവർ അതിനെ പരിഹസിക്കുന്നവന്മാരും കാണും. അതിലൊന്നും എനിക്കൊരു വിഷമമില്ല. ദൈവത്തിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് പരിഹാസം ഏൽക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്ന ആളാണ്.